ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ദൽഹരി ചാമ്പ ഇനത്തിൽപ്പെട്ട ദൽഹരി ചാമ്പ എന്ന് പറയുന്ന ഒരു ചാമ്പയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മളിത് 2024 നവംബർ മാസം ഹെവൻ ഗാർഡൻ മണ്ണൂത്തിൽ നിന്ന് കൊറിയറായിട്ട് വരുത്തിയ ഒരു ചാമ്പയാണ്. അതന്ന് നമ്മൾ വരുത്തുമ്പോൾ ഏകദേശം ഈ ഒരു കമ്പിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു കമ്പിൻ്റെ ഇവിടുന്ന് ഈ ഒരളവ് ഇത്ര ഉള്ളായിരുന്നു ആകപ്പാടെ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. അത് തന്നെയുമല്ല, അതിൻ്റെ ഈ തളിരില കട്ട് ചെയ്തൊക്കെയാണ് നമുക്കത് അവിടെ നിന്ന് കിട്ടിയത്. അന്ന് നമ്മൾ അവരോട് വിളിച്ചു ചോദിച്ചത് ഇനി കിളുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അവർ ധൈര്യമായിട്ട് വിളിച്ചു ചോദിച്ചു, തീർച്ചയായിട്ടും ഒരു വർഷത്തിനകം ഇതിനകത്ത് കാ പിടിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് 2025 കഴിഞ്ഞ് 2026 ജാനുവരി ആയി. അപ്പോൾ ഏകദേശം നമ്മൾ മേടിച്ചിട്ട് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് നിങ്ങളെ കാണിക്കുന്ന അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവരുടെ ആ ചെടികളുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ പൂവിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നിറയെ ദൽഹരി ചാമ്പയെ പൂവിട്ടിരിക്കുന്നത് കണ്ടോ, നിറയെ പൂവാണ് എല്ലാ കമ്പയിലും. ഇതിൻ്റെ ഇവിടെ ഉണ്ട്, ഇതിൽ നിറച്ച് പൂവിട്ടിരിക്കുകയാണ്. അതുപോലെ ഈ സൈഡിൽ ചെറിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇത് കണ്ടോ, ഈ ഒരു കമ്പയിൽ എല്ലാ ബ്രാഞ്ചസിലും പൂ നിറയെ കായ്ച്ചിരിക്കുകയാണ്. ഇത് ബെൽചാമ്പ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ള ചാമ്പങ്ങയാണ്. അതുപോലെ തന്നെ അതിലും ടേസ്റ്റിയായ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ദൽഹരി ചാമ്പ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ ചാമ്പ ഇനങ്ങളിൽ ഒരു ചാമ്പ, അതായത് നമ്മൾ പറയുന്നത് ദൽഹരി ചാമ്പ തീർച്ചയായിട്ടും നമ്മൾ വെച്ച് പിടിപ്പിക്കണം. കാര്യം ബെൽചാമ്പയെക്കാളും ടേസ്റ്റാണ്. ബെൽചാമ്പ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഏകദേശം അത് പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കരിമ്പ് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരും ആ ചാമ്പയ്ക്ക്. പക്ഷേ അതിലും മധുരമുള്ള ഒരു ചാമ്പ ഇനമാണ് ഈ ദൽഹരി ചാമ്പ എന്നാണ് പറയുന്നത്. ഈ ദൽഹരി ചാമ്പ നമ്മൾ കഴിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഇവിടെ ദൽഹരി ചാമ്പ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത് എല്ലാം പഴുത്ത് കഴിഞ്ഞ് നമുക്കിതെടുത്ത് പറിച്ച് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിഞ്ഞ ഒരു വിവരമാണ് നമ്മൾ പറയുന്നത്. ദൽഹരി ചാമ്പ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഏറ്റവും മധുരമുള്ള ചാമ്പ ഇനങ്ങളിൽ ഒന്നാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചാമ്പയ്ക്കൊക്കെ പഴുത്ത് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കറക്റ്റായിട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ചാമ്പ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു ദൽഹരി ചാമ്പയും അതുപോലെ നമുക്കിവിടുത്തെ ഇത് കണ്ടോ ബെൽചാമ്പ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും ഈ പ്രാവശ്യം പൂക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതിൻ്റെ തന്നെ ബെൽചാമ്പയുടെ ഗ്രീൻ കളറുള്ള ചാമ്പയുണ്ട്. ഈ 3 ഇനം ചാമ്പകളും വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ടെറസിലേക്ക് കയറി വരുമ്പോൾ അല്ല നമ്മുടെ വീട് മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പറിച്ച് കഴിക്കാൻ സാധിക്കും. അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കുവാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. നമ്മളൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് പരിപാലിക്കുമ്പോൾ നമുക്ക് അത് ഫലം തരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും കാണിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടുതൽ ആളുകൾ നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോസുകൾ കാണട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.